നിങ്ങൾ പോസിറ്റീവായി മാത്രം സംസാരിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സകലത്തെയും സാധ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സകലത്തെയും ഉരുവാക്കുവാൻ കഴിയുന്ന ദൈവം എൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. വലിയൊരു മാറ്റത്തെ നൽകും, വ്യത്യാസത്തെ നൽകും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളിൽ വരട്ടെ. അന്യഭാഷയുള്ള ഒരു അന്യഭാഷയിൽ എത്രത്തോളം സംസാരിക്കാൻ കഴിയുമോ അതൊരു അനുഗ്രഹമാണ്. അന്യഭാഷ ഇല്ലാത്തവർ ദൈവത്തിൻ്റെ ഭാഷയായിരിക്കുന്ന ഹാലലുയ ഹാലലുയ, ഇംഗ്ലീഷിലും ഹാലലുയ, തമിഴിലും ഹാലലുയ, ഹിന്ദിയിലും ഹാലലുയ, തെലുങ്കിലും ഹാലലുയ, എല്ലാ മലയാളത്തിലും എല്ലായിടത്തിലും ഹാലലുയ 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 ഹാലലുയ. ഒപ്പം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് സ്തോത്രം 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 സ്തോത്രം. അല്ലേ? എത്രത്തോളം സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം സ്തുതിക്കണം. എന്തിനാ ഈ വാക്കുകൾക്ക്, ഈ ഭാഷയ്ക്ക് വളരെയധികം പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു ഭാഗമാണ് ബാബേൽ ഗോപുരം. ബാബേൽ ഗോപുരം കേട്ടിട്ടുണ്ടായിരിക്കാം. ബാബേൽ ഗോപുരം, ബാബേൽ ഗോപുരം. ദൈവം ആദ്യമായി ഭൂമിയിൽ മനുഷ്യൻ്റെ പണി കാണാൻ വേണ്ടിയിട്ട്, ഗോഡ്സ് ഹൗസ് കാണാൻ പിന്നീടാണ് വന്നത്. ആദ്യമായി മനുഷ്യൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ട്, ജോലി കാണാൻ വേണ്ടിയിട്ട്, അവർ ചെയ്യുന്ന കഠിനാധ്വാനത്തെ കാണാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നത് ബാബേൽ ഗോപുരത്തിൻ്റെ പണി കാണാൻ വേണ്ടിയിട്ടാണ്. നിമ്രോദിൻ്റെ കാലഘട്ടത്തിലാണത് സംഭവിച്ചത്. നിമ്രോദിൻ്റെ കാലഘട്ടത്തിൽ പക്ഷേ നല്ല കാര്യമാണ് അവർ ചെയ്തത്. അല്പം കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു. ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാളും വലിയൊരു ഗോപുരം എനിക്ക് ഉണ്ടാക്കണം, ദൈവത്തെക്കാളും എനിക്ക് വലുതാകണം, ദൈവത്തിൻ്റെ മേളിൽ എനിക്ക് പോകണം എന്നുള്ള ആ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി മനുഷ്യൻ അവൻ്റെ ശക്തിയെ, അന്ന് കമ്പ്യൂട്ടർ യുഗം ഒന്നും തന്നെ ഇല്ല, പക്ഷെങ്കിലും അന്ന് അവൻ്റെ മനസ്സിനകത്ത് എനിക്ക് കഴിവുള്ളതാണ്, എനിക്ക് ഏറ്റവും അധികം ബലമുള്ളതാണ് എന്നുള്ള അനുഭവത്തിൽ ബാബേൽ ഗോപുരത്തെ പണിയുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല. ബാബേൽ ഗോപുരം മനുഷ്യനോടുള്ള വെല്ലുവിളിയുടെ ഒരു വലിയൊരു ചോദ്യചിഹ്നം കടന്നു വന്ന സമയത്തിൽ ദൈവം വന്നു. ഇത് ദൈവത്തിനോടുള്ള മറുതലിപ്പാണെങ്കിൽ, ഇത് ദൈവത്തോടുള്ളൊരു വെല്ലുവിളിയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് വിരളൊന്ന് അനക്കിയപ്പോൾ ഇവർ പണിതുകൊണ്ടിരുന്നവരുടെ ഭാഷ അങ്ങ് മാറിപ്പോയി. ലാംഗ്വേജ് ശരിയാകുന്നില്ല, ഭാഷ ശരിയാകുന്നില്ല. ഒരാളൊന്ന് പറയുന്നു, വേറൊരാൾ വേറൊന്ന് പറഞ്ഞു. ഒരാൾ കുട്ടയെടുക്കാൻ പറഞ്ഞപ്പം വേറൊരാൾ വട്ടിയെടുത്തുകൊണ്ട് വന്നു. വട്ടിയെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചെമടുകോൽ എടുത്തുകൊണ്ട് വന്നു. ചെമടുകോൽ എടുത്ത് വന്ന് തൂക്കയിട്ട് എടുത്തുകൊണ്ട് വന്നു. മണലെടുക്കാൻ പറഞ്ഞപ്പോൾ സിമ്മൻ്റ് എടുത്തു. സിമ്മൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്തിലേക്ക് കമ്പി എടുത്തുകൊണ്ട് വന്നു. ആകെപ്പാടെ വർക്ക് അങ്ങ് സ്റ്റോപ്പായി. ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. അന്ന് ആ പണി അവിടെ നിന്നു. പിന്നെ ഒരിഞ്ച് ആ വർക്ക് അവിടെ മേളിലേക്ക് പോയില്ല, അതവിടെ സ്റ്റോപ്പായി. കർത്താവെല്ലാം ഒന്ന് കണ്ടേച്ചങ്ങ് പോയി. ഈ ദൈവത്തിന് വിപരീതമായി ഒരു ഗോപുരം ഇനി പണിത് ഉയർത്തുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യരെല്ലാവരും മറന്നു, ഞാൻ മറന്നു, നിങ്ങൾ മറന്നു, എല്ലാവരും മറന്നു. ദൈവം മറന്നില്ല. പുതിയ നിയമസഭയിലേക്ക് ക്രിസ്തുവിനെ അയച്ചു. ക്രിസ്തുവിനെ അയച്ച സമയത്തിൽ ദൈവത്തിന് വീണ്ടും ഒന്ന് പണി ആരംഭിക്കണം. തൻ്റെ രക്തം കൊടുത്ത് വില കൊടുത്ത് മേടിച്ച തൻ്റെ ശരീരമാകുന്ന സഭയെ പണിയുവാൻ വേണ്ടിയിട്ട് ദൈവം ആദ്യം 120 പേരെ ഒരുമിച്ച് ഒരു വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്തേക്ക് കൊണ്ടിരുത്തി. ഒരിടത്ത് ഭാഷ കലക്കിയപ്പോൾ ദൈവം ഇവരെ ഭാഷ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇവർ സംസാരിക്കാൻ തുടങ്ങി. 120 രാജ്യങ്ങളിലുള്ളവർ ഒരുമിച്ചിരുന്നപ്പോൾ അത് പരസ്പരം ഒന്നിനോടൊന്ന് കണക്റ്റായി വരത്തക്ക വിധത്തിലേക്ക് ഒരു വലിയ ഭാഷയുടെ വൈഭവ്യം അവിടേക്ക് കടന്നു വന്നു. അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് ദൈവം അവരെ പുറത്തേക്കിറക്കി ജനത്തിൻ്റെ ഇടയിലേക്ക്, രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക്, ദേശങ്ങളിലേക്ക് പറഞ്ഞു വിട്ട സമയങ്ങളിലേക്ക് സഭ വളരാൻ തുടങ്ങി.
ആയിരങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി, 10,000 ഒരുമിച്ച് കൂടുവാനായിട്ട് തുടങ്ങി, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുവാൻ തുടങ്ങി, കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുവാന്, ദൈവത്തെ സ്തുതിക്കുവാന്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തുടങ്ങിയതിൻ്റെ ഒരു ഉയർച്ചയുടെ, ഒരു പണിയുടെ, ഒരു വർധനവിൻ്റെ ആദ്യത്തെ പടി ദൈവം അവരുടെ ഭാഷ പഠിപ്പിച്ചു. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ നാവിനെ ദൈവം തൊടുമ്പോൾ അതൊരു ഉയർച്ചയുടെ ലക്ഷണമാണ്. നിന്റെ നാവിനെ ദൈവം തൊടുമ്പോൾ ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞതിന് പ്രകാരം തന്നെ എൻ്റെ ദൈവം ചില പണികൾ ആരംഭിച്ചു. നിന്റെ കുടുംബത്തിന്റെ പണി അവൻ ആരംഭിച്ചു എന്നർത്ഥ, നിന്റെ സ്ഥാപനത്തിന്റെ പണി അവൻ ആരംഭിച്ചു എന്നർത്ഥ. നിന്റെ ദേശത്തിൽ ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥ. നാവെടുത്ത് ദൈവത്തിന് സ്തോത്രം പറയാ. പത്രോസ് പ്രസംഗിച്ച സമയത്തിൽ 3000 പേർ സ്നാനം സ്വീകരിച്ചു. പക്ഷെ നമ്മുടെ 3000 പേർ മാത്രമല്ല കൂടിയത്, 10,000 വ്യക്തികൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു 3000 വ്യക്തികൾ സ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. കാരണം ഭാഷ പഠിപ്പിച്ചിട്ട് അവർ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിവിട്ടപ്പോൾ ദൈവത്തിന്റെ സ്വപ്നമായിരുന്ന സഭയെ ദൈവത്തിന് പണിയണം. ആർക്കും തകർക്കുവാൻ കഴിയാത്ത വിധത്തിലേക്ക്, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത വിധത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു പദ്ധതി ആരംഭിച്ചുവെങ്കിൽ ഇന്ന് ഞാനൊരു വെളിപ്പാട് പറയുകയാണ്. ചില കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്, ചില സ്ഥാപനങ്ങൾ തകർന്നു കിടക്കുകയാണ്, ചില വ്യക്തിബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഇന്ന് ഭാഷയൊന്ന് ശരിയാകുകയാണെങ്കിൽ, ഇതുവരെയും ആര് വിചാരിച്ചിട്ട് പണിയാത്ത ചില മണ്ഡലങ്ങളുടെ മേല് ദൈവത്തിന്റെ ഒരു പണി ആരംഭിക്കാം. എന്നോടൊപ്പം വിശ്വസിക്കുന്ന അപ്പർ റൂമിൽ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് കൈയടിച്ചു ദൈവത്തിന്റെ സ്തോത്രം പറ. ഈ ഗോഡ്സ് ഹൗസിൽ ഇരിക്കുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. എന്റെ ദൈവം എന്നെ പണിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഭാഷ ശരിയാകണം. അന്യഭാഷ മാത്രം ഞാൻ പറയുന്നില്ല, സ്തുതിയും സ്തോത്രവും മാത്രം പറയുന്നില്ല. പക്ഷെ കുറവ് വരുത്തരുത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, സുഹൃത്ത് മേഖലകളിൽ നമ്മുടെ ഭാഷയെ ഒരിക്കൽ കൂടി ഒന്ന് ശരിയാക്കിയെടുക്കണം. ഇന്നാരും അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. നിങ്ങൾ പോസിറ്റീവായി മാത്രം സംസാരിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സകലത്തെയും സാധ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സകലത്തെയും ഉരുവാക്കുവാൻ കഴിയുന്ന ദൈവം എൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. എൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾക്കെല്ലാം ദൈവം വലിയൊരു മാറ്റത്തെ നൽകും, വ്യത്യാസത്തെ നൽകും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളിൽ വരട്ടെ. ആമേൻ. വെറുതെ കൈയടിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പോസിറ്റീവായി സംസാരിക്കണം. നിങ്ങൾ ഒത്തൊരുമിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ഭാഷയിൽ ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറൊന്ന് പറയും. രണ്ടുപേർ ഐകമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ എവിടെ യാചിക്കുന്നുവോ അവിടെ ഞാനുണ്ട്, ഞാനത് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അനൈക്യതകൾക്ക് ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മാറിപ്പോകണം, വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങൾ മാറിപ്പോകട്ടെ. ഐക്യതയോടെ സ്നേഹത്തോടുകൂടെ സഭ ഒന്നടങ്കം ഒരേ മനസ്സിൽ നിൽക്കുന്നുവെങ്കിൽ സഭയ്ക്കൊരു വളർച്ച. കുടുംബങ്ങൾ ഒരേ മനസ്സിൽ ഒന്നടങ്കം നിൽക്കുന്നുവെങ്കിൽ ആ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹം. നിങ്ങളുടെ തലമുറകളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾ ഒരേ മനസ്സിൽ ഒരേ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പ്രസംഗം എന്ന് കേട്ടില്ല എങ്കിലും മറ്റൊരു ഭാഗത്തിൽ ഒന്ന് മനസ്സിലാക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം എൻ്റെ കുടുംബത്തിൽ പലപ്പോഴും കടന്നു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇന്ന് ഞാൻ ഭാഷയെ മുറുകെ പിടിക്കുകയാണ്. ഞങ്ങളുടെ പുതിയൊരു ലാംഗ്വേജ് ഞങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് തടസ്സമായിട്ട് വ്യാപരിക്കപ്പെടുന്നത്, എൻ്റെ സ്ഥാപനത്തിൻ്റെ അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കപ്പെടുന്നത്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നവർ തമ്മിൽ അനൈക്യതയുണ്ട്. ഞങ്ങൾ പല അഭിപ്രായമാണ്, ഞങ്ങൾ പല ഭാഷക്കാരാണ്. ഇല്ല, ഈ ദൂതിന്റെ മധ്യത്തിലേക്ക് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒറ്റ ഭാഷയിലേക്ക് വരും. ഞങ്ങളുടെ സ്ഥാപനത്തിന് അതൊരു അനുഗ്രഹമാകട്ടെ. അത് ഞങ്ങളുടെ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരും. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകും. ഞങ്ങളുടെ സഭയ്ക്ക് അതൊരു അനുഗ്രഹമാകും. ഉറച്ച തീരുമാനം മറക്കരുതെന്ന്
ദൈവവചനം കേട്ടിട്ട് നമ്മൾ ആശീർവാദം കഴിയുമ്പോൾ ഈ ദൂത് മറന്നു പോകരുത്. അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആണിക്കല്ലാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മൂലക്കല്ലായിരിക്കുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് ലാംഗ്വേജ് ഒന്ന് സെറ്റ് ചെയ്യണം. ബാബേൽ ഗോപുരം പൊളിയുവാൻ ലാംഗ്വേജ് പോയെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ചില കുടുംബങ്ങൾ പൊളിയാൻ കാരണം, ചില സ്ഥാപനങ്ങൾ പൊളിയാൻ കാരണം, ചില വ്യക്തി ജീവിതങ്ങൾ തളർന്നു പോകുവാൻ, തകർന്നു പോകുവാൻ കാരണം നിന്റെ ഭാഷാ വൈഭവ്യത്തിലുള്ള കുഴപ്പമാണ്. ഇന്ന് ഈ കൂട്ടത്തിനകത്ത് ആവെ സ്തുതിക്കാൻ മറന്നുപോയ ചിലരുണ്ടെങ്കിൽ, സ്തോത്രം ചെയ്യാൻ മറന്നുപോയ ചിലരുണ്ട് എങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഈ പകൽ സമയത്തിൽ അത് കൊടുക്കുമ്പോൾ തന്നെ ആവെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല എന്ന് പഠിപ്പിച്ചവൻ നിന്റെ കുടുംബത്തെ പണിയുവാൻ പോകുകയാ, നിന്റെ തൊഴിൽ മേഖലകളെ പണിയാൻ പോകുകയാണ്, നിന്റെ ജീവിത മണ്ഡല മേഖലകളെ പണിയുവാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് ഉയർന്നു വന്ന നന്മകൾ ബാബേൽ ഗോപുരം പോലെ പൊളിഞ്ഞു പോയി എങ്കിൽ, നന്മകൾ കയറി വന്നെടുത്ത് ശത്രുവായിരിക്കുന്നവൻ നിന്നെ കളഞ്ഞുവെങ്കിൽ, ആയുധിന്റെ മധ്യത്തിലും പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്.